പരിശുദ്ധമായ ഖുർആനിലൂടെ മനോഹരമായ ജീവിതം മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹനീയമായ മാതൃകയായി പഠിപ്പിച്ചതാകുന്ന മഹൽ വ്യക്തിയല്ലയോ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മറിയം ബീവി നിസ്സാരമാക്കപ്പെട്ടതാകുന്ന ഒരു വനിതയല്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വദ്കുർ ഫിൽ കിതാബി മറിയം. നബിയേ നബിയേ മറിയമിനെ കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണേ റസൂലേ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഒരു സാദാ സീത പെണ്ണല്ല എന്ന് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനാ ശർഖിയാ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. മറിയം ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കളാകുന്ന ഇമ്രാൻ റളിയല്ലാഹു അൻഹും മഹദിയാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹും രണ്ടുപേരും കൂടി പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തുൽ മഖ്ദിസിന്റെ പരിപാലനത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്യുകയാണ്, നേർച്ച നേരുകയാണ്. ഹന്നത്ത് ബീവി ഗർഭം ധരിക്കുന്ന കാലയളവിൽ നേർച്ച നേർന്നതാണ്. ഗർഭം ധരിച്ചു, മഹദി അവറുകളെ ഗർഭം ധരിക്കുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മഖ്ദിസിന്റെ പരിപാലനത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. ചരിത്രം വിശാലമാണ്, ചുരുക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹാ ബൈത്തുൽ മഖ്ദിസിന്റേതാകുന്ന ഒരു ഭാഗത്ത് കിഴക്ക് ഭാഗത്തേക്ക് മാറി മനോഹരമായ ഇബാദത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ഒരു മഠം നിർമ്മിച്ച് അതിനുള്ളിൽ പടച്ച റബ്ബിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് കഴിയവേ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയാ. ശബ്ദം ശ്രവിക്കുന്ന നൈരാര് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട യുവതികളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ട് ലോകരെ പഠിപ്പിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ രൂപത്തിൽ ഒരു മലക്കിനെ പറഞ്ഞു വിടുകയാണ്. ഫതമസ്സല ലഹാ ബശറൻ സവിയാ. ആരോരും കടന്നു വരാതെ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി മനോഹരമായ ഒരു മഠമെടുത്ത് അതിനുള്ളിൽ ആരാധന നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയതാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഠത്തിന്റെ അകത്തളത്തിലേക്ക് ഒരു നൊടിയുടെയിൽ ഒരു മനുഷ്യന്റെ രൂപം കടന്നു വന്നപ്പോ ആരോരുമില്ലാത്തതാകുന്ന ആ സ്ഥലത്തേക്ക് തനിക്ക് കുറച്ചു നേരം വർത്തമാനം പറയാ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ മഹദി അവറുകൾ നിലകൊണ്ടില്ല. അല്ലാഹുവിനെ ആരാ
ആരാധന നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒറ്റക്കിരിക്കുന്നതാകുന്ന ഈ മഠത്തിനുള്ളിലേക്ക് അപരിചിതനാകുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന ഏറ്റവും നല്ല സ്ത്രീ പറഞ്ഞതെന്തെന്നറിയുമോ? പഠിച്ചു വെക്കണേ പെങ്ങളെ. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ പേടിക്കുന്നവനാണ് എങ്കിൽ, ഭയപ്പെടുന്നവനാണ് എങ്കിൽ നീ പുറത്തേക്ക് പോകണേ, പുറത്തേക്ക് പോകണേ. നിന്നെ തൊട്ട് ഞാൻ റഹ്മാനായ റബ്ബിനോട് കാവൽ തേടുന്നു. എനിക്ക് നിന്നെ കാണണ്ട, നീ പുറത്തു പോകണേ, പുറത്തു പോകണേ. ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. മാസങ്ങളോളം ഇബാദത്തെടുത്തുകൊണ്ട് കഴിച്ചു കൂട്ടിയ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഠത്തിനുള്ളിൽ ഒരപരിചിതനാകുന്ന ഒരു പുരുഷനെ കാണുമ്പോ ആരാണ് എന്ന് പോലും ചോദിക്കാൻ കൂട്ടാക്കുന്നില്ല. അവനോട് കുശലാന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട വാക്കാണ്. വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങിയില്ല. പ്രവാസ ലോകത്തേക്കുള്ള പ്രിയപ്പെട്ട ഭർത്താവിന്റെ യാത്ര നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ആ സമയത്ത് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ വീടിനുള്ളിൽ വിളിച്ചു കയറ്റി അവനുമായി ശയ്യവലംബിക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്ന മുസ്ലിം അംഗമാരുള്ള കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മനോഹരമായ മഹിതമായ ചരിത്രം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഓർക്കണേ. അന്യരാകുന്ന പരപുരുഷന്മാരെ സ്വന്തം ഭർത്താവിരിക്കുന്നതാകുന്ന സദസ്സിൽ വെച്ച് പോലും അന്യരാകുന്ന പരപുരുഷന്മാരെ വീട്ടിനുള്ളിൽ വലിച്ചു വരുത്തി വലിയതാകുന്ന രീതിയിൽ അവരോട് സ്നേഹലാളനകൾ കാണിച്ച് ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട സമയത്ത് തന്നെ ഭർത്താവ് കിടക്കേണ്ട കിടക്കയിലേക്ക് കൊണ്ടുവന്നിരുത്തി അവളുമായി ശയ്യവലംബിക്കാൻ തയ്യാറാകുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവനുമായി കടന്നുറങ്ങുന്ന എത്രയോ മുസ്ലിം അംഗമാരുണ്ട്. എത്ര വലിയ മോശമാകുന്ന നീചമായ പ്രവർത്തനമാണ് പെങ്ങളെ നീ ചെയ്യുന്നതെന്നറിയുമോ? നിനക്ക് വേണ്ടി രാപകൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സ്നേഹലാളനകൾ പകരം വെക്കാതെ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ള പരപുരുഷന്മാരുമായി ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെടാൻ തുനിഞ്ഞിറങ്ങുന്ന സഹോദരി, നിന്നേക്കാൾ വലിയ പാതകം ചെയ്തവളായി ഈ ലോകത്ത് മറ്റാരുമില്ല. നിനക്ക് വേണ്ടി ജീവിച്ചവനല്ലേ ഭർത്താവ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ നീരസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിയാതെ, ആ പാവപ്പെട്ടവന്റെ സങ്കടങ്ങൾ തിരിച്ചറിയാതെ, സൗന്ദര്യം ചുളിഞ്ഞു പോയപ്പോ, സൗന്ദര്യം ഒന്ന് കുറഞ്ഞു പോയപ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താൻ തയ്യാറാകുന്നവരല്ലേ. നേരം വെളുക്കുന്നത് വരെ അവരുമായി സംസാരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിൽ എത്രയെത്ര സഹോദരിമാരുണ്ട്, എത്രയെത്ര അംഗമാരുണ്ട്. തന്റെ വാപ്പയും ഉമ്മയും തന്റെ പൊന്നുമോൾക്ക് വേണ്ടി 18 തികഞ്ഞ പൊന്നുമോൾക്ക് വേണ്ടി നല്ല ഒരു സുന്ദരനാകുന്ന സുമുഖനാകുന്ന ചെറുപ്പക്കാരനെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ അവർ ഓടി നടക്കുകയാണ്. നല്ല നല്ല ആലോചനകളുമായി വീട്ടുപടിക്കലേക്ക് വരുമ്പോ എനിക്ക് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃണവൽഗണിച്ച് നിലകൊള്ളുന്ന 18ന്റെ നിറകുടമാകുന്ന പെണ്ണെ, നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ചെറുപ്പക്കാരനില്ലേ, വാപ്പയറിയാതെ, അത്തയറിയാതെ, അമ്മയറിയാതെ, നാട്ടുകാരറിയാതെ, കൂട്ടുകാരറിയാതെ, നാട്ടിൽ ഒരാൾ പോലും അറിയാതെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാകുന്ന കൂട്ടുകാരില്ലേ, അന്യമതത്തിൽപ്പെട്ടതാകുന്ന ആളുകളില്ലേ, അത്തായും അമ്മായും ഞാനാര് പള്ളിയുടെ മുറ്റത്തേക്ക് വാതിന് വേണ്ടി വരുന്ന സമയത്ത് എനിക്ക് SLC പഠിക്കാനുണ്ട്, എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ്, എനിക്ക് +2 പഠിക്കാനുണ്ട്, എനിക്ക് തലവേദനയാണ്, കൈവേദനയാണ്, കാലുവേദനയാണെന്ന് കളവ് പറഞ്ഞ് പഠിക്കാനല്ലാതെ വ്യാജമായി വീടിന്റെ അകത്തളത്തിലിരുന്ന് വാപ്പയും ഉമ്മയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അന്യരാകുന്ന ചെറുപ്പക്കാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവനുമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരിമാർ ഇന്ന് കൂടുതലല്ലേ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കാണുന്നില്ലേ, ദർശിക്കുന്നില്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മാറ്റിയിട്ട് മറ്റുള്ളതാകുന്ന സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതായ എത്രയെത്ര മുസ്ലിം ചെറുപ്പക്കാരാണ്, സഹോദരങ്ങളാണ്. നിനക്ക് വേണ്ടി വീടിനകത്തലങ്ങളിൽ എത്ര വർഷമായി കഴിഞ്ഞുകൂടുന്നു,
കഴിഞ്ഞ 30 വർഷമായി 20 വർഷമായി 10 വർഷമായി 5 വർഷമായി 1 വർഷമായി നീയല്ലാതെ മറ്റൊരു പുരുഷനുമായി ബന്ധമില്ല. നിന്നെ മാത്രം ഇഷ്ടപ്പെട്ട് നിന്റെ മക്കളെ തലോലിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന എത്രയെത്ര ചെറുപ്പക്കാര് നമുക്കിടയിലുണ്ട്. ലോകത്തിന്റെ പല കോണുകളിൽ അത്തരത്തിലുള്ള പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികളുണ്ട്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ബീവി മറിയം റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വീടിന്റെ അകത്തളത്തിലേക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു അപരിചിതനെ കാണുമ്പോ കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. റബ്ബിനെ പേടിക്കുന്നവനാണ് എങ്കിൽ റഹ്മാനായ റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു, ഇറങ്ങിപ്പോകണേ ഇറങ്ങിപ്പോകണേ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ലോകത്തുള്ളതാകുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും മാതൃകയാക്കിയത്. ജനങ്ങൾ പഠിക്കേണ്ട പാഠമാണവരെന്ന് വിശുദ്ധമായ ഖുർആൻ. ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹാ. യഥാർത്ഥത്തിൽ അവിടെ വന്നതാകുന്ന മലക്ക് മനുഷ്യന്റെ രൂപത്തിലാണ് വന്നതെങ്കിലും ആ മലക്ക് പറയാ, ഞാൻ വന്നത് മറ്റൊന്നുമല്ല, ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമാ സക്കിയാ. നിനക്കൊരു നല്ല ഒരു മകനെ അള്ളാഹു സമ്മാനിക്കാൻ പോയാണ്. ബഹുമാനപ്പെട്ട ഈസാ എന്ന ഒരു മകനെ അള്ളാഹു നിന്നിലൂടെ സമ്മാനിക്കാൻ പോയാണ്. ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത്. മറിയമേ മറിയമേ, ഉപ്പയില്ലാതെ കുഞ്ഞിനെ നിന്നിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കാൻ പോവാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഇടത് ഭാഗത്തെ പോക്കറ്റിന്റെ ഭാഗത്തിലൂടെ ഉദരത്തിലേക്ക് ഊതി ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ ഉദരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരെയും, നമ്മളെല്ലാവരുടെയും ആത്മാവിട്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ്. മലക്ക് വന്ന് ഊതിയിട്ടാണ് 40 ദിവസം വീതം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അവസാനം 120 ദിവസത്തേക്ക് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നാം പ്രായമാകുമ്പോ സുമ്മ യുർസില ഇലൈഹിൽ മലക്കു, ഒരു മലക്കിനെ അള്ളാഹു പറഞ്ഞു വിടും. ഫയംഫഹു ഫീഹി റൂഹ, ആ മലക്ക് വന്നുകൊണ്ട് 120 ദിവസമാകുന്ന കുഞ്ഞിന്റെ ഉദരത്തിലേക്ക് അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആത്മാവ് ഊതുകയാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചലിക്കാൻ തുടങ്ങുന്നത്. കുട്ടിയായി നമുക്ക് ആരോഗ്യമുട്ടവനായി ചലനം ശക്തി തുടങ്ങുന്നത് അപ്പോഴാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വ മുഅ്മിനീങ്ങൾക്കും മാതൃക വെക്കുകയാണ്. എല്ലാവർക്കും മാതൃക, എല്ലാവർക്കും മാതൃക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ഒരു നോട്ടം അവർ നോക്കിയിട്ടില്ല. അശ്ലീലമായ ഒരു ചുവടുവെപ്പ് അവരിൽ നിന്നുണ്ടായിട്ടില്ല. ഒരു ചിന്ത പോലുമില്ല. അങ്ങനെ അള്ളാഹു ഒരു ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു അന്യപുരുഷൻ വന്നപ്പോ, എവിടുന്ന നിങ്ങള്, ആടെവിടെയാ, വീടെവിടെയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ല, കഥ പറയാനിരിക്കല്ല. ഭർത്താവില്ല, വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ വന്നാൽ പെണ്ണ് അവിടെ പെരുമാറേണ്ട രീതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നീ പരുക്കൻ സ്വഭാവത്തിൽ വേണം അവനോട് പെരുമാറാൻ, നല്ല കട്ടി സ്വരത്തിൽ വേണം സംസാരിക്കാൻ. ഒരിക്കലും അവനോട് രാഘവത്തോടുകൂടി മയത്തോടുകൂടി ആചാരല്ലേ വാ ഏറി വാ എന്നും പറഞ്ഞ് വിളിച്ച് സംസാരിക്കരുത്. മയത്തോടുകൂടി സംസാരിക്കരുത്. ഒരല്പം കട്ടിയുള്ള സ്വരത്തിൽ സംസാരിക്കണം വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ സംസാരിച്ചെങ്കിലേ തീർച്ചയായിട്ടും അകൽച്ച ഉണ്ടാവും. അവൻ മനസ്സിലാക്കും, വന്നോ മനസ്സിലാക്കും, അല്ലാ ഇത് കടുമ്പ ടൈറ്റാണ്, ഇതിന്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല, പതുക്കെ പോയേക്കാം എന്ന് മനസ്സിലാക്കും. നേരെ മറിച്ച് മയത്തോടുകൂടിയും കൂടുതൽ ലാഘവത്തോടുകൂടിയും അവന്റെ മനസ്സിന് ഇളക്കം വരുത്തുന്ന രീതിക്ക് നല്ല കിളിനാദമായി സംസാരിച്ചാൽ പുറത്തേക്ക് പോകാൻ നിന്നോ പതുക്കെ അകത്തേക്ക് വരാൻ ചോദിക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാലം വളരെ മുസീബത്ത് നിറഞ്ഞ ഘട്ടാണ്. പല രീതിക്കുള്ള ആളുകൾ വരുന്നുണ്ട്. ഇന്നലെ കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ അനഘ എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഇന്നും ഉണ്ടായിരുന്ന ന്യൂസുകളിൽ. ആ വീട്ടിലേക്ക് അച്ഛനും അമ്മയും പുറത്തേക്ക് പോയ സമയത്ത് അടുക്കള ഭാഗത്ത് കതക് കുത്തിയിടാൻ വേണ്ടി ആ പെണ്ണ് പോയതാണ്.
10-15 വയസ്സുള്ളതാകുന്ന ചെറിയ പ്രായത്തിലുള്ളതാകുന്ന മകളാണ്. കഥ കുത്തിയിടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെ ഏതാ കാൽപെരുമാറ്റം നോക്കുമ്പോൾ ഒരു കള്ളന്റേതാകുന്ന കാൽപെരുമാറ്റമാണ്. അടുക്കള ഭാഗത്ത് അവൻ തന്നെ നേരത്തെ തന്നെ അവിടെ വെച്ചിരുന്നതാകുന്ന ഒരു കത്തി അവൻ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു. വീട്ടുകാരുടെ തന്നെയാണ്, നമ്മുടെ തന്നെ ചില പോരായ്മകളാണ്. അടുക്കള ഭാഗത്ത് വെളിയിലാണ് ഈ കമ്പിപ്പാരയും ഈ കത്തിയും ഈ സാധനമൊക്കെ കൊണ്ടുവെക്കും. ഒരു കള്ളന് വന്നാൽ സൗകര്യമായി കമ്പിപ്പാര വെച്ച് തലയ്ക്കൊരു ഒറ്റയടി. അല്ലേ തന്നെ കൈവച്ചിങ്ങനെ അടിച്ചാൽ തന്നെ താഴെ വീഴുന്ന സൈസ് ആരോഗ്യം നമുക്കുള്ളൂ. പിന്നെ കമ്പിപ്പാര വെച്ച് തലോടി എങ്ങനെ ഉണ്ടാവും? അതെല്ലാം കള്ളന് സൗകര്യപ്രദമാകുന്ന രീതിക്ക് കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്നാലും കൈ മുറിഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിനെ വന്ന് ആക്രമിക്കുകയാണ്. ആക്രമിച്ചു. ആ കുഞ്ഞ് അല്പം സ്വല്പം എന്ത് പഠിച്ചിട്ടുണ്ട്? കരാട്ട പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ഇടി കൊടുത്തു. അടി താഴെ കിടന്നതാവുന്ന ഒരു തേങ്ങായും എടുത്ത് തലയ്ക്ക് ഒരു അടിയും കൊടുത്തു. ഇന്ന് ന്യൂസാണ്, ഇന്നത്തെ ന്യൂസായി പറയുന്നത്. ഞാനിത് പറയുന്നതിനാ, നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ സഹോദരിമാർ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എപ്പോഴും സംരക്ഷണം വേണം, എപ്പോഴും ശ്രദ്ധ ചെലുത്തണം. അടുക്കള ഭാഗത്ത് അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന ആയുധങ്ങളും സംഭവങ്ങളും ഒന്നും കൊണ്ടൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല. കള്ളന്മാരുടെ ശല്യങ്ങൾ വല്ലാതെ കൂടി വരുന്നൊരു ഘട്ടമാണ്. നല്ല വാതിൽ പോലും യഥാർത്ഥത്തിൽ നമുക്ക് അടുക്കള ഭാഗത്തില്ല എന്നുള്ളതാണ്. പലരും ഇപ്പോൾ വാതിന് വന്നിരിക്കുന്നത് അടുക്കളയുടെ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റൂൾ കൊണ്ട് ചാരി വെച്ചിട്ടുണ്ട്. നല്ലൊരു ലോക്ക് പോലും ഇല്ല. ഫ്രണ്ട് ഡോറോ ഭയങ്കര തേക്കിന്റെ, അല്ലാഹു കണ്ടു കഴിഞ്ഞാൽ മുത്താൻ തോന്നും. കാബയുടെ വാതിൽ കഴിഞ്ഞാൽ പിന്നെ എന്റെ വാതിലേ ഉള്ളൂ ഏറ്റവും നല്ലത്. ആ രീതിക്ക് നല്ല അടിപൊളി ഡോറാണ് ഫ്രണ്ട് ഡോർ. അടുക്കള ഡോറ് മിക്കവരുടെയും വളരെ ലോക്കലാണ്. അങ്ങനെ ആകാൻ പാടില്ല. നല്ല ലോക്ക് സിസ്റ്റം ആയിരിക്കണം. അതിനൊന്നും ഒരു മടിയും വേണ്ട. വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല വാതിലുകൾ വേണം. തഴവസാദിന്റെ ബൈത്തിലുണ്ടല്ലോ, കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, സകലത് മടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കഥ കടയ്ക്കുന്നതിന് വിഷയം പറയാൻ, മലബാറിൽ വാതിന് വേണ്ടി പോയിട്ട് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക് കത്തെഴുതുകയാണ്. എൻ്റെ ഉമ്മയുടെ ഉപ്പയാണ് തഴവ ഉസ്താദ്, അള്ളാഹു കൊടുത്ത് ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക് കത്തെഴുതുകയാണ്. ആ കത്തിലുള്ളതാകുന്ന വരികളാണിത്. എന്താണ്? കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. കഥക് പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാലും മക്കളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ പറയും ഞാനത് അടച്ചേക്കാം എന്ന് പറഞ്ഞാൽ പോലും പ്രിയപ്പെട്ടതാകുന്ന അമ്മമാർ വീടിൻ്റെതാകുന്ന കാവലവരാൻ, അല്ലെ? ഉമ്മയാണല്ലോ വീടിന്റെ ഏറ്റവും വലിയ നാഥ. ഭർത്താവില്ലാത്ത സമയത്ത് പ്രത്യേകിച്ചും അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അവള് ചെന്നിട്ട് നോക്കണം കഥകളെല്ലാം അടച്ചിട്ടുണ്ടോ, അടുക്കള വാതിൽ പ്രത്യേകിച്ച് ശരിക്കത് അടയ്ക്കണം. അടുക്കള വാതിലും എല്ലാ വാതിലും കാര്യം പറയുന്നു. പലപ്പോഴും മുകളിലത്തെ കുറ്റിയിടും, താഴത്തെ കുറ്റി ഇടണമെന്നുണ്ടെങ്കിൽ 5 രൂപ താഴെ ഇട്ട് കൊടുക്കണം. കാരണം എന്താ? കുനിയാൻ മേലെ കൊളസ്ട്രോളാണ്. താഴത്തെ കുറ്റി മിക്ക വീടുകളും ഇടലില്ല അടുക്കളയിൽ. ഇന്നിപ്പോ ചെന്നിട്ട് ഇടാൻ നോക്കും, അള്ളാഹത്തെ നാളെ ആശാരിയെ വിളിക്കേണ്ടി വരും. കാരണം ഇടാൻ മേലെ അതിന്റെ സാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കുക. പോയി നോക്കിക്കോളൂ, അതാണ് അവസ്ഥ. അതവിടെ താഴെ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 5 രൂപ ഇട്ട് കൊടുക്കണം. പെണ്ണുങ്ങൾ നിലത്തോട്ട് കടന്നിട്ട് 5 രൂപ എടുത്തുകൊണ്ട് വരും, കുറ്റി അങ്ങനെ. അപ്പോൾ 5 രൂപ എടുക്കാൻ പോകുമ്പോൾ ആ കുറ്റിയിടം കിട്ടേക്കാൻ പറയും. അതാ ഞാൻ പറഞ്ഞു, അപ്പോഴും പൈസയാണ് ആഗ്രഹം, ദുനിയാവ്. അല്ലാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. ആ കൊളുത്ത് ശരിക്ക് പിടിച്ച് വീണിട്ടുണ്ടോ എന്ന് ഉറപ്പിൽ വരുത്താൻ.
ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും അല്ലേ? അതാണ് തഴവസ്ഥ അടുത്ത വരിയിൽ പറയുന്നുണ്ട്, കാര്യമോ ശരിയാ പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. കേൾക്കുമ്പോ ഇത് നിനക്ക് കളിതമാശയായിട്ട് തോന്നും, പക്ഷേ ഇത് ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി പറഞ്ഞ വിഷയമാണ്. ഇത് നിസ്സാരമായി തള്ളിക്കളയരുത്, ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ സഹോദരിമാരൊക്കെ അല്പസ്വല്പമൊക്കെ അഭ്യാസം പഠിച്ചിരിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കാൻ. ഭർത്താവിനെ ഇടിക്കാനും ഓടിക്കാനും അല്ലാതെ കണ്ടല്ലോ. ഇപ്പോൾ ഒരു പെണ്ണത് പഠിച്ചത് കൊണ്ട് അവൾ ഗുണപ്പെട്ടു. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മയ്യത്താവും. കാരണം കഴുത്തേലാണ് ഈ കത്തി വെച്ചിരിക്കുന്നത്. അവന്റെ അടിനാവ് നോക്കി നല്ലൊരു തൊഴി കൊടുത്തത് കൊണ്ട് അവൻ താഴെ വീണു. താഴെ വീണപ്പോഴാണ് തന്നേക്കാൾ പൊക്കമുള്ള 2 അടി തന്നേക്കാൾ ഉയർച്ചയുള്ള അവനെ താഴോട്ട് വീണപ്പോഴാണ് തേങ്ങ കൊണ്ട് പ്രഹരിച്ച് ഓടിക്കാനും പറ്റിയത്. സ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ആളുകൾ എല്ലാവരും നല്ല കളരി അഭ്യസിക്കുകയായിരുന്നു. ഇന്നിങ്ങനെ സ്റ്റാൻഡറ്റീസ് പറഞ്ഞാൽ മതി, കളസം തീർന്ന് ഹാജിയാർക്ക് അനങ്ങാൻ മേല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. കൈ ഇങ്ങനെ ഒന്നും വെക്കാൻ മേല. അതുകൊണ്ടെന്താ ഈ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ ഐറ്റം എല്ലാവരും ഇത് തന്നെയാണ്. ആരും ഒരു 10 മിനിറ്റ് നേരെ ചൊവ്വ ഇരിക്കൂല, എല്ലാവരുടെയും നടു നേരെ ആവൂല. എന്താ കാരണം? ഒക്കെ അസുഖക്കാരായി. ആണുങ്ങളും കണക്കാണ്, പെണ്ണുങ്ങളും കണക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആരോഗ്യം. കിട്ടുന്നതെല്ലാം വാരി വരിച്ച് കഴിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാതെ പോയി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകം പറയാം, പ്രായമുള്ള ആളുകൾ എന്തായാലും ഷുഗറായി അസുഖങ്ങൾ വന്നു. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡുകളും കാണുന്ന എല്ലാ ഫുഡുകളും വലിച്ചു വാരി കഴിക്കുന്ന ഒരു ശീലം കുറയ്ക്കും. ശരീരത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കും. നബി തങ്ങളോട് ചോദിച്ചു ഏറ്റവും വലിയതാകുന്ന ചോദ്യം എന്താണ്? അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏറ്റവും നല്ല ദുആ ഏതാണ്? നബി തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇരിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രായം ചെന്ന അത്താമ്മ, പഴയ ആളുകളാണ്. അവരുടേതാകുന്ന ശരീരം മറന്ന് മക്കൾക്ക് വേണ്ടി ഓടിയതാണ്. അതുകൊണ്ട് അന്ന് അവർക്ക് ശരീരം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്നത്തെ യുവാക്കളും യുവതികൾക്കും എല്ലാ സൗകര്യങ്ങളും വീടിനകത്തളത്തിലുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വ്യായാമം ചെയ്യാം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതിനെവിടെയും നമ്മൾ പോകേണ്ടൊന്നുമില്ല, ഒരു ജിമ്മോ ആശ്രയിക്കേണ്ട ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായി ചെയ്യാം. വീട്ടിലുള്ള കാര്യങ്ങൾ, ജോലികൾ തന്നെ കൃത്യമായി ചെയ്താൽ തന്നെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. എല്ലാ മെഷീനിലേക്കും മറ്റു പ്രവർത്തനത്തിലേക്കുമായപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോയി. കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വാരി വരിച്ച് തിന്നുന്ന ശീലമായി പോയി. ആരോഗ്യത്തെ നിർബന്ധമായി ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നീ നിന്റെ സമയങ്ങളെ മോശമാകുന്ന രീതിയിൽ കൊണ്ടുപോകല്ലേ. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ഹദീസ് കൂടി ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. 5 അവസ്ഥ വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 അവസ്ഥകൾക്ക് മുമ്പുള്ള 5 അവസ്ഥകളെ നിങ്ങൾ നല്ലതുപോലെ ഗൗനിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശബാബക ഖബ്ല ഹറമിക വസിഹതക ഖബ്ല സഖമിക വഗിനാക ഖബ്ല ഫഖരിക وفراغك قبل شغلك وحياتك قبل موتك. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 5 അവസ്ഥകൾ എത്തുന്നതിന് മുമ്പുള്ളതായ 5 അവസ്ഥകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ.
കാഞ്ഞിരപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ 5 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി എണ്ണി ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. 5 അവസ്ഥകൾക്ക് വന്നതിന് മുമ്പ് 5 അവസ്ഥകളെ മാനിക്കണേ, ശ്രദ്ധിക്കണേ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശബാബക ഖബല ഹറമിക. വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വമാകുന്ന കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നത്തെ തലമുറകൾ കടമകൾ മറക്കുന്നതായ യുവത്വമായി മാറിയില്ലേ? മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നതായ മക്കളായി മാറിയില്ലേ? സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരല്ലേ? സീരിയലുകൾ കണ്ടുകൊണ്ട് നടക്കുന്ന യുവതികളായി മാറിയില്ലേ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കുകയല്ലേ? മാതാപിതാക്കളെ ശ്രദ്ധിക്കാനോ അവരുടെ കാര്യങ്ങളൊന്ന് പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാനോ ആഖിറത്തെ സമ്പാദിക്കാനോ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നില്ല. ഈ കൊച്ചു കേരളത്തിൽ 565 വൃദ്ധസദനങ്ങളുണ്ടത്രേ. ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ 728 ആണെങ്കിൽ, ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ 728 വൃദ്ധസദനമാണെങ്കിൽ 565 വൃദ്ധസദനങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ്. ഏതാണ് ഈ കേരളം? ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ അഭിമാന പുളകിതമാകുന്ന കേരളമാണ്. എല്ലാ സംസ്കാരങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമാകുന്ന വിദ്യാഭ്യാസമാകുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴും വിവിധങ്ങളാകുന്ന ബിരുദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരുപാട് ഉന്നതമാകുന്ന വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കുമ്പോഴും മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരായി ആധുനിക തലമുറ മാറിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്. മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരായി അടുത്തതാകുന്ന തലമുറ മാറാതെ ഈ ലോകം അവസാനിക്കുകയില്ല. സഹാബ ലാ തഖൂമു സ്സാഅ ഹത്താ അഖ്സാ അബാ വഅദ്നാ സദീഖ. കൂട്ടുകാരെ തന്റെ ജീവിതത്തിന്റെ എല്ലാമായി ഒരു യുവതലമുറ കാണുന്നതായ കാലഘട്ടം വന്നാൽ അന്നുള്ളതാകുന്ന മാതാപിതാക്കളെ അകറ്റുന്നതായ മക്കളുള്ള കാലഘട്ടം കടന്നു വന്നാൽ മാതാപിതാക്കളെ എല്ലാ വിഷയത്തിലും അകറ്റി നിർത്തുകയാണ്. വാപ്പയോടൊരു വിഷയം മക്കളെ തുറന്നു പറയാറില്ല, ഉമ്മയോടൊരു വിഷയം തുറന്നു പറയാറില്ല. എല്ലാ വിഷയവും അവർ പറയുന്നത് ചങ്ക് പ്രോയോടാണ്, കൂട്ടുകാരോടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയല്ലേ? ഹത്താ ഖസാബാ. തന്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവിനെയും മറക്കുന്നതായ മക്കളായി മാറുകയാണ്. അവരെ തൃണവൽഗണിക്കുകയാണ്, അവരെ അവഗണിക്കുകയാണ്, അവരെ അകറ്റുകയാണ്, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുകയാ. 565 വൃദ്ധസദനങ്ങളിലായി ഈ കൊച്ചു കേരളത്തിൽ നിലകൊള്ളുന്നത് 10,500 പരം പാവപ്പെട്ടതാകുന്ന മാതാപിതാക്കളാണ്. അത്തമ്മ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പഠിച്ചു വെക്കണേ. നിങ്ങളെപ്പോലെ പ്രായം ചെന്നതാകുന്ന 60, 70, 80 വയസ്സുള്ളതാകുന്ന അമ്മമാരെ, അത്തമാരെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാ. മക്കളെ LKG കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ, അവരെ കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് വിടുന്നത് പോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടിരിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയല്ലയോ? കൂട്ടുകാരെ അടുപ്പിക്കുകയാണ്. പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും സിനിമകൾ കാണാനും ഏത് മോശമാകുന്ന തലത്തിലേക്ക് ദുന്യവിയായ ജീവിതമുണ്ടോ അതിലെല്ലാത്തിലും കൂട്ടുകാരുമായി നടക്കുകയാണ്. ആ
ആഖിറത്തെ സമ്പാദിക്കാൻ തലമുറകൾ തയ്യാറാവുന്നില്ല, യുവാക്കൾ അതിനു വേണ്ടി തയ്യാറാവുന്നില്ല. മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്നതാകുന്ന വാക്യങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞതാകുന്ന കടമകൾ മറക്കുന്നതായി യുവാക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? കള്ളുകുടിച്ചുകൊണ്ട് നടക്കുന്നതായി യുവത്വമായി മാറിയില്ലേ? ലഹരി നുണയുന്ന യുവാക്കളായി മാറിയില്ലേ? മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെയും കാതുകളെയും ശരീരത്തിന്റെ അവയവങ്ങളെയും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നവതലമുറ മാറിയില്ലേ? മാറിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചെയ്യല്ലേ ചെയ്യല്ലേ. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ചവസ്ഥകൾ നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അഞ്ചവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വ കാലഘട്ടത്തെ പറ്റി നല്ലതുപോലെ ചിന്തിക്കണേ ചിന്തിക്കണേ. ആ യുവത്വ കാലഘട്ടത്തിൽ ഖുർആൻ ഓതണേ, നിസ്കരിക്കണേ. യുവത്വ കാലഘട്ടത്തിൽ ദിക്ർ ചെല്ലണേ. യുവത്വ കാലഘട്ടത്തിൽ നമസ്കാരങ്ങൾ ചിട്ടവെക്കണേ. യുവത്വ കാലഘട്ടത്തിൽ നോമ്പുകൾ കൃത്യമായി നോറ്റുവീട്ടണേ. യുവത്വ കാലഘട്ടത്തിൽ എല്ലാ നന്മകളിലേക്കും ചേക്കേറണേ. യുവത്വ കാലഘട്ടം അതാണ് ഏറ്റവും മർമ്മപ്രധാനം. നമുക്കിന്ന് ആ യുവത്വം നഷ്ടപ്പെട്ടു പോയി അല്ലേ? പ്രായമുള്ള ആളുകൾ താടി നരച്ചവർ ഈ മജ്‌ലിസിലുണ്ട്. രോമകൂപങ്ങൾ നരച്ചിട്ട് മാനസികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. ആരോഗ്യം ക്ഷയിച്ചു പോയി. ഇനി ആ യുവത്വത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്. അവരെ സാക്ഷി നിർത്തി പറയുന്നു, ഈ പ്രായം ചെന്ന മാതാപിതാക്കളാണ് സാക്ഷി. അടുത്ത ഇതേ ഒരു അവസ്ഥയിലേക്ക് നാമും എത്തിപ്പെടും. അതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ഞാൻ പറഞ്ഞത്, കഞ്ചാവടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലമാക്കപ്പെട്ടതായ തലത്തിലേക്ക് പോയും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിച്ച് നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കല്ല്. നിന്റെ ആരോഗ്യ കാലഘട്ടം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തും ദീനിന്. നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും എന്ത് ചെയ്തു എന്ന്. ഈ യുവത്വ കാലഘട്ടത്തിൽ നീ എന്ത് പ്രവർത്തിച്ചു ചോദിക്കും. അത് നിനക്ക് പറയാൻ സാധിക്കണം, അല്ലാഹു ഞാൻ ഖുർആൻ ഇത്ര ഓതി, ഇത്ര സലാത്ത് ചൊല്ലി, ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് എന്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചു, പാവപ്പെട്ടവരുടെ കണ്ണീര് ഞാൻ ഒപ്പി, നിരാലംബർക്ക് ഞാൻ അവലംബമായി. യുവതികൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ വീടിന്റെ അകത്തളത്തിൽ വിളക്ക് മാടമായി നിലകൊണ്ടു, ഖുർആൻ ഓതി, വീടിന്റെ അകത്തളത്തിൽ എന്റെ പ്രിയപ്പെട്ട അമ്മ പറഞ്ഞ സർവ്വ കാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഞാൻ നിലകൊണ്ടവളാണ് എന്ന് പറയാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വസിഹതക ഖബ്ല സഖമിക, രോഗാതുരമാകുന്ന അവസ്ഥയെത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് എത്രയോ ആളുകൾ രോഗങ്ങൾക്ക് പിടിയിലാണ്. മാരകമാകുന്ന ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതായ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. നഊദു ബില്ലാഹ്. എറണാകുളത്തേക്കും കാരിത്താസിലേക്കും എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോകുന്നതായ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, സർവ്വവിധ രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യ കാലഘട്ടത്തെ ശരിക്ക് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പുള്ള നിന്റെ സാമ്പത്തികമാകുന്ന അവസ്ഥയുടെ ഘട്ടത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ നിനക്ക് സമ്പത്തുണ്ട്, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണേ. മോശമാകുന്ന അവസ്ഥയിലേക്ക് നീ ചെലവഴിക്കല്ലേ. തിയേറ്ററിലേക്ക് കുടുംബവുമായി പടം കാണാൻ വേണ്ടി ആഗ്രഹം വെക്കുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതാകുന്ന രക്ഷിതാക്കളില്ലയോ? ഹറാമല്ലയോ? ഹറാമല്ലയോ? എത്രയെത്ര സിനിമകളാണ് കണ്ടു തീർത്തത്, എത്രയെത്ര സീഡികളാണ് വാങ്ങിച്ചു തീർത്തത്, എത്രയെത്ര മോശപ്പെട്ട പടങ്ങളാണ് നീ ചേർത്ത് വെച്ചത്, എത്രയെത്ര സിനിമകളാണ് ഇന്റർനെറ്റിലൂടെ നീ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർത്തത്. നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത് ഏതെല്ലാം ഹറാമായ മേഖലയിലാണെന്ന് ചിന്തിക്കണേ. വഗൈനാക ഖബ്ല ഫഖരിക,
ഹറാമായ ജീവിതം നയിച്ച് ദൂർത്തും ദുർവ്യയവും നടത്തി നിന്റെ സമ്പത്ത് മുഴുവനും തീർന്നുപോയി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് അകപ്പെടുമ്പോ അന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല. അതിനു മുമ്പ് നിന്റെ ആഖിറത്തെ നീ ശുദ്ധിപ്പെടുത്തണേ. തീർന്നില്ല വസിഹതക വഫറാഗക ഖബല ശുഗ്ലിക. ഒഴിവുള്ളതാകുന്ന ഘട്ടങ്ങളെ യുവാക്കളെ, യുവതികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒഴിവുള്ള ഘട്ടങ്ങളെ ശ്രദ്ധിക്കണേ. ഖബല ശുഗ്ലിക, നിങ്ങൾ ജോലി വരുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന ജീവിതം എത്തുന്നതിന് മുമ്പ് ഒഴിവുള്ളതാകുന്ന ഘട്ടങ്ങളിൽ ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് എടുത്തുകൊണ്ടും നിങ്ങൾ നിലകൊള്ളണേ. അത് നിങ്ങൾക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒഴിവുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ ദീനിനെ ശരിക്കും മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പറയും ഒഴിവില്ല, പക്ഷെ ജീവിതത്തിൽ എപ്പോഴും ഒഴിവുള്ള ഘട്ടങ്ങളാണ് കൂടുതൽ. എത്ര തിരക്കുള്ളവരും അവന്റെ ജീവിതത്തിൽ ഒഴിവുണ്ടാകും. നല്ല തിരക്കിട്ട് ഓടുകയാണ്, വണ്ടി വാഹന അപകടത്തിൽപ്പെട്ടു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഡോക്ടർ പറയുന്നു 1 മാസം വിശ്രമിക്കേണ്ടി വരും. വിശ്രമിക്കാൻ റെഡിയാണ്. 5 മാസം വിശ്രമിക്കേണ്ടി വരും. വിശ്രമിക്കാൻ റെഡിയാണ്. കാരണം എന്താ? നിർബന്ധിത സാഹചര്യം. അപ്പൊ ഒഴിവില്ലാതെ ഓടിയിരുന്ന നിനക്ക് ഇപ്പൊ ഇഷ്ടം പോലെ ഒഴിവൊന്നല്ല. അപ്പൊ ആഖിറത്തിൽ വലിയ വിപത്ത് വരും, അന്ന് പ്രയാസം വരും, അന്ന് നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദുനിയാവിൽ ഖുർആൻ ഓതാനും ദിക്ർ ചെല്ലാനും സ്വലാത്ത് ചെല്ലാനും നമസ്കാരങ്ങൾ ചിട്ടവെക്കാനും നീ സമയത്തെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തണം. കല്യാണത്തിന്റെ പേരില് പേക്കൂത്തുകൾ നടത്താൻ എത്രയെത്ര ആർഭാടകരമാകുന്ന കല്യാണങ്ങളാണ് ഈ അടുത്തിടെ നടന്നിട്ടുള്ളത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വലിയ വലിയ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും കൊണ്ടുവന്ന് നിക്കാഹ് കഴിപ്പിച്ച് ആ നിക്കാഹ് കഴിഞ്ഞാൽ ഉടനെ ആഭാസകരമാകുന്ന ആർഭാടകരമാകുന്ന ധൂർത്തും ദുർവ്യയവും നടത്തുന്ന മോശപ്പെട്ടതാകുന്ന കല്യാണങ്ങൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമാണ്. നിങ്ങൾ എന്താ കരുതിയത്? സയ്യിദന്മാരെയും ഉലമാക്കളെയും പണ്ഡിതന്മാരെയും കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാല് നിങ്ങൾക്ക് ആ നിക്കാഹിൽ നടത്തുന്ന ധൂർത്തും ദുർവ്യയവും ഒക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമെന്നോ? ഒരിക്കലുമില്ല. ഒരിക്കലും അല്ലാഹു മാപ്പ് ചെയ്തു തരൂല. മറിച്ച് നിങ്ങളുടെ തെറ്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി ശിക്ഷ നൽകും, ഉറപ്പാണ്. ഇതൊക്കെ ചെയ്യുന്നത് പണമുള്ള ആളുകളാണ്. പാവപ്പെട്ടവനൊന്നും ഇതിന് കുഴപ്പമില്ല. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. സുബ്ഹാനല്ലാഹ്. തഴവ ഉസ്താദ് 25 വർഷമായി വഫാത്തായിട്ട്. അന്ന് എഴുതി വെച്ച വരികൾ ഇന്ന് നമ്മളെ കണ്ട് എഴുതിയതുപോലെ ഉണ്ട്. കാരണം ഇന്നത്തെ തലമുറയാണ് ഏറ്റവും കൂടുതൽ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നത്. പണം ഉള്ളവൻ അത് കാണിക്കാനുള്ള മാർഗമായിട്ട് എന്ത് കാണുകയാണ്? വിവാഹം കാണുകയാണ്. മകളുടെ വിവാഹത്തുമ്പോ നാട്ടുകാരെ മുഴുവൻ ഞെട്ടിക്കണം. 100 പവനും ഇന്നോവ ഹൈക്രോസ് തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ബെൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഓടി കൊടുക്കാം. നാട്ടുകാരെല്ലാം ഓടട്ടെ അത് കണ്ടിട്ട്. എന്നിട്ട് നല്ല വണ്ടിയെല്ലാം വാങ്ങിച്ച് ഭയങ്കര സംഭവമാക്കി നാട്ടുകാരെ മുഴുവൻ കാണിക്കും. ഇതിനേക്കാൾ അപ്പുറം മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നതായ ആളുകൾ അവരുടേതാകുന്ന വസ്ത്രവിധാനവും സംഭവങ്ങളും ഒക്കെ നടത്തുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. എവിടെയാണ് എത്തിച്ചേരുന്നത്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഫറാഗക ഖബല ശുഗ്ലിക,
നിന്റേതാകുന്ന ആരോഗ്യ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കാതെ മോശപ്പെട്ട ജീവിതം നീ നയിച്ചു പോകല്ലേ. നിന്റെ യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നീ നിന്റെ ഒഴിവുള്ളതാകുന്ന സമയങ്ങളെ നല്ലതുപോലെ ഗൗനിക്കണേ. ഒഴിവുള്ളതാകുന്ന സമയങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അധിക ആളുകളും ശ്രദ്ധിക്കാത്തതാകുന്ന വിഷയമാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിഅമതാനി അളീമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്.